ഇതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വക്കം മൗലവിയും കെ എം മൗലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും അതുപോലെ തന്നെ നാരായണ മേനോനും അതുപോലെ കെ കേളപ്പനും എന്ന് തുടങ്ങി മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും പെട്ട അതുപോലെ ക്രിസ്ത്യാനികളിൽപ്പെട്ട വിവിധ നേതാക്കൾ ഒരു തോളോട് തോള് ചേർന്ന് ഒരുമിച്ചു നിന്ന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി. നമ്മുടെ വിവിധ മതവിഭാഗങ്ങളിലെ നവോത്ഥാനത്തിനു വേണ്ടി അക്ഷീണ പരിശ്രമം നടത്തുകയുണ്ടായി. അവരാരും വർഗീയമായി ചിന്തിച്ചില്ല. സ്വന്തം മതവിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ അന്യമതങ്ങളുടെ നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യവും വകവെച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, പുരോഗതിയുടെ ഈ കാലഘട്ടത്തിൽ എത്തിയിട്ടും കേരളത്തിൽ ആദ്യമായി ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള നീക്കങ്ങൾ ഉണ്ടായിത്തീർന്നപ്പോൾ, അതിൻ്റെ തലപ്പത്ത് വർഷങ്ങളായി വളരെ പേരെടുത്ത അക്കാദമിക പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളെ വൈസ് ചാൻസലറായി നിയമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് മുസ്ലിമായി എന്നതുകൊണ്ട് ആ വിഷയത്തെ വർഗീയമാക്കി മാറ്റാനുള്ള ശ്രമം നമ്മുടെ സംസ്ഥാനത്ത് നടന്നു എന്നത് എത്രയധികം നമ്മെ ലജ്ജിപ്പിക്കേണ്ടുന്ന വിഷയമാണ് സഹോദരങ്ങളെ. ഇവിടെ നിരവധി യൂണിവേഴ്സിറ്റികളുണ്ട്, അവയ്ക്കൊക്കെയും വൈസ് ചാൻസലർമാരുണ്ട്. കാലാകാലങ്ങളിലായി പുതിയ വൈസ് ചാൻസലർമാർ വരാറുണ്ട്. പക്ഷേ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഒരു വൈസ് ചാൻസലർ വന്നപ്പോൾ അതുപോലും വർഗീയമാക്കി മാറ്റാനുള്ള ശ്രമം അതെത്ര ഹീനമാണ് എന്നുള്ളത് നാം ചിന്തിക്കുക. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായ ചില താല്പര്യങ്ങളുമായി അതെന്തുമാകട്ടെ നടന്ന ഒരു കേസായിരുന്നല്ലോ വർഷങ്ങൾ നീണ്ടു നിന്നിരുന്ന ISROയിലെ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറയപ്പെടുന്നൊരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പ്രമാദമായൊരു കേസ്. അവസാനം അത് എവിടെ എത്തി എന്ന് നമ്മൾ കണ്ടു. പക്ഷേ വിഷയത്തിൻ്റെ മർമ്മം അവിടെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ നിരപരാധിയായി കോടതി, രാജ്യത്തെ പരമോന്നത കോടതി വർഷങ്ങൾ നീണ്ട പീഡനം അനുഭവിച്ച ശേഷം നമ്പിനാരായണനെ കുറ്റവിമുക്തനാക്കിയപ്പോൾ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞതും തൻ്റെ ചരിത്രത്തിൽ എഴുതി വച്ചതുമായ ഒരു വരി നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വരിയാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച, ചാരപ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു മുസ്ലിമിൻ്റെ പേര് പറയാൻ എന്നെ നിർബന്ധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ, ആ വരികൾ ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ സാക്ഷര കേരളത്തിന് അതെത്രത്തോളം നാണക്കേടാണ് സഹോദരങ്ങളെ. നമ്മൾ ഉണരേണ്ടതില്ലേ? ഇത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതിക്കാർ ഭരണരംഗത്തും പൊതുസമൂഹത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ തങ്ങളുടേതായ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ നാടിനെ സ്നേഹിക്കുന്ന, മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ബാധ്യതയല്ലേ ഇവരെ തിരുത്തുകയും സമൂഹത്തിൽ നന്മ വളർത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കൂ. മലപ്പുറം ജില്ല കേരളത്തിലെ 14 ജില്ലകളിലൊന്ന്. വിദ്യാഭ്യാസ രംഗത്ത് ഇന്നേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മറ്റൊട്ടനവധി മേഖലകളിൽ ആ ജില്ലയിലെ ഭരണരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും മതസംഘടനകളും അങ്ങനെ വിവിധ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നതിൻ്റെ ഫലമായിട്ടാണ് പഠനത്തിലും പരീക്ഷയിലും ഒക്കെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ മലപ്പുറത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിനൊരു മതവുമായി കൂട്ടിച്ചേർക്കുന്ന, അങ്ങ് പാലക്കാട്ട് ഒരാന എങ്ങനെയോ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ അതുപോലും മലപ്പുറത്താണ്, മലപ്പുറത്ത് ഇത്തരം മൃഗങ്ങൾക്കെതിരെ ക്രൂരത നടത്തുന്നു എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ പോലും മാധ്യമങ്ങളിൽ എഴുതിയ ദുഃഖകരമായ സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എത്ര അപമാനകരമാണ് സഹോദരങ്ങളെ. ഇവർക്ക് എന്നിട്ടും വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് നമ്മെ സന്തോഷിപ്പിക്കുന്ന കാര്യം. കാരണം കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നവരാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ വർഗീയതയുടെ ഈ വിഷബീജം നമ്മുടെ നാട്ടിൽ വളർത്താൻ സാധിക്കുക? കാരണം ഞാനും നിങ്ങളുമൊക്കെ താമസിക്കുന്ന ഓരോ പ്രദേശവും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഇടകലർന്ന് ജീവിക്കുന്ന പ്രദേശങ്ങളാണ്. എൻ്റെ വീട് പൂട്ടിപ്പോകുമ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ താക്കോൽ ഏൽപ്പിക്കുന്നത് എൻ്റെ അയൽവാസിയായ ഹിന്ദുവിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം വീട് പൂട്ടുമ്പോൾ എൻ്റെ വീട്ടിലാണ് താക്കോൽ ഏൽപ്പിക്കുന്നത്. നമ്മൾ ആ നിലക്ക് പരസ്പരം അറിയുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കിയ ഇസ്ലാമിൽ, നമ്മൾ മനസ്സിലാക്കിയ ഈ ഹിന്ദു സഹോദരൻ്റെ മതത്തിൽ എവിടെയെങ്കിലും സഹോദരങ്ങളെ ഇങ്ങനെ തല്ലാൻ, ഇങ്ങനെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഹിഡൻ അജണ്ടകളുമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനമാണ്. ഞങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ഒരു മുസ്ലിം സുഹൃത്തിനെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നിങ്ങളുമായി ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ള എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ മതകീയ ജീവിതം നിങ്ങൾക്ക് അസമാധാനം സൃഷ്ടിക്കുന്നതായി, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ ഈ ഭിന്നിപ്പുണ്ടാക്കലും ഈ ഭയം ജനിപ്പിക്കലും ചില ആളുകളുടെ താല്പര്യമാണ്. അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ വിഷബീജങ്ങൾ നമ്മുടെ മണ്ണിൽ നിന്ന്
പറിച്ചെറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന ആസൂത്രിതമായ ഇസ്ലാമിനെക്കുറിച്ച് ഭയം വളർത്തിയെടുക്കാനുള്ള ഈ ശ്രമങ്ങളെ അതിൻ്റെ മൂലസ്രോതസ്സുകളിൽ നിന്ന് തിരിച്ചറിയണമെന്നാണ് ചിന്തിക്കുന്ന, കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുന്ന പ്രബുദ്ധരായ സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം ആവശ്യപ്പെടാനുള്ളത്.